എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. ഹലോ, നമ്മുടെ കട്ടപ്പ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. റിന ഫാത്തിമ, ശരത് അപ്പാനി, ബിന്നി, ശൈത്യ, 4 പേര്. ഇനി ലിസ്റ്റ് കൂടുമായിരിക്കും. ഇപ്പം 4 പേരേ ഉള്ളൂ. അപ്പോൾ ഇനി കട്ടപ്പയ്ക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. എൻ്റെ പൊന്നു ചേച്ചി, കട്ടപ്പ എന്ന് വിളിച്ചതിന് വേണ്ടി വീണ്ടും പോയി കേസ് കൊടുക്കരുത്. കട്ടപ്പയെ പിന്നെ കട്ടപ്പ എന്നല്ലാണ്ട് വേറെ വല്ലതും വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് കട്ടപ്പ ചേച്ചി. ഓക്കെ, നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനസാറ് PN പണിയാണ് തന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ PR പണി അല്ലെങ്കിൽ PN പണി എടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നോ കട്ടപ്പ ചേച്ചി? ചേച്ചിയുടെ അച്ഛനമ്മയും ഈ പറയുന്ന ബിനുസാറിനെ അങ്ങോട്ട് വിളിച്ച് അയ്യോ എൻ്റെ മോളെ പെട്ടെന്ന് ഔട്ടാവേ എന്തേലുമൊക്കെ ചെയ്യണേന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതല്ലേ കട്ടപ്പ ചേച്ചി? അതിൽ കട്ടപ്പ ചേച്ചിക്കൊന്നും പറയാനില്ലേ? ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് പറയുന്ന കേട്ടു, അതായത് റീഎൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും അല്ലേ കട്ടപ്പ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ചേച്ചി എല്ലാവരുടെ പേരിലും കൊണ്ടുപോയി കരഞ്ഞ് നിലവിളിച്ച് കേസ് കൊടുത്തത്. എടോ, അഡ്വക്കേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ലെവലിൽ നിൽക്കണടോ, അല്ലാണ്ട് കരഞ്ഞ് നിലവിളിച്ച് പോയിട്ട് കേസ് കൊടുക്കുകയല്ല വേണ്ടത് കേട്ടോ. അഡ്വക്കേറ്റ് ശൈത്യ എങ്ങാണ്ട് ഫസ്റ്റ് എൻട്രിയുടെ സമയത്ത് ജില്ലാ കോടതി എവിടെയാണെന്നോ എന്തോ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞ മുതലാണ് ഈ അഡ്വക്കേറ്റ് ശൈത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചേച്ചി അധികം അങ്ങോട്ട് വെളുപ്പിക്കല്ലേ. പിന്നെ എൻ്റെ പൊന്നെ കട്ടപ്പ ചേച്ചി, വെറുതെ അഖിൽമാരാറിൻ്റെ അണ്ണാക്കൽ കോലിട്ട് കുത്താൻ നിൽക്കേണ്ട, അങ്ങേര് തിരിച്ചങ്ങ് മാന്തും, മനസ്സിലായോ? പിന്നെ കട്ടപ്പ ചേച്ചി ഇപ്പം എയറിലാണ് നിൽക്കുന്നതിന് ശൂന്യാകാശവും കഴിഞ്ഞ് വേറെ അങ്ങോട്ടെങ്കിലൊക്കെ കയറിപ്പോവും കേട്ടോ. അതുകൊണ്ട് അവിടെ ഇട്ട് കുത്താൻ നിൽക്കേണ്ട. പിന്നെ PR ബിനു കാരണമാണ് അഖിൽമാരാറ് ജയിച്ചതെന്ന് ചേച്ചിയോട് ആരാ ചേച്ചി പറഞ്ഞേ? ചേച്ചി കണ്ടായിരുന്നോ? അങ്ങേര് അതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ നല്ലൊരു ഇമേജ് പുറത്തുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചേച്ചി അതൊക്കെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ ചേച്ചി, എന്നിട്ട് ചേച്ചി പ്രസംഗിക്കണേ. ഈ അഖിൽമാരാറുടെ പല സ്റ്റേറ്റ്മെൻറ്റോടും യോജിപ്പില്ല എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചി, അതുകൊണ്ടാണ് ചേച്ചി. ഇരിക്കുന്ന തട്ട് താഴെ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. സമ്മതിക്കുന്നു, ആ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിനെക്കുറിച്ച് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നും കരുതി ചുമ്മാ പോയിട്ട് കോലിട്ട് ഇളക്കല്ലേ എൻ്റെ പൊന്നു ചേച്ചി. ഉള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ചേച്ചി ഇപ്പം എയറിലാണ് നിൽക്കണേ, ഇനി ശൂന്യാകാശത്തിലോട്ട് പോവാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ചേച്ചി, അലിഗേഷൻസായിട്ട് വരുന്നതിന് മുമ്പ് സ്വന്തം വീട്ടുകാരുടെ കയ്യിലാണോ തെറ്റ് എന്നുള്ളതും കൂടെ ചേച്ചി ഒന്ന് ആലോചിക്കണം കേട്ടോ. എന്നിട്ട് ചേച്ചി അലിഗേഷനായിട്ട് വരണേ, ഇല്ലെങ്കിൽ ചേച്ചി തന്നെ ഡാഷ് കുത്തി അവിടെ ഇരിക്കും. അതുകൊണ്ടാണ്. ശരി, എന്നാൽ ടാറ്റ.